ഹായ് ഹലോ ആം രീതിക യു ഓൾ വാച്ചിങ് വീഡിയോസ് ഈസ്തെറ്റിക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല പ്രോപ്പറായിട്ട്. അതിന് പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു സോറി പറയുന്നു. ലാസ്റ്റ് ഇട്ടത് പവിഴമല്ലി ആ ഡാൻസായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് ഞാൻ കളിച്ച് ബോറടിപ്പിക്കുന്നുണ്ടെന്ന്. ഇനി ഞാൻ കളിക്കില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ എനിക്കുണ്ടായിരുന്നു. ഇനി ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ഷുഡ് ബി പെർഫെക്റ്റ്. എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ലോങ് വീഡിയോ ഇംഗ്ലീഷ് പറയുന്നത് ജാടയായിട്ടല്ല കേട്ടോ, ഒരു പറയാനായിട്ട് നമ്മൾ പറഞ്ഞ് കോൺവെർസേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് പഠിക്കും. അപ്പം ഞാനത് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോയിൽ എനിക്ക് ഉണ്ടായിരുന്നു ഇത്തിരി കൂടെ കളർഫുൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഈസ്തെറ്റിക്സ്, നമ്മുടെ പേര് പോലെ തന്നെ കുറച്ചും കൂടെ ഈസ്തെറ്റിക് ആക്കണമെന്ന്. അപ്പം അതുപോലെ തന്നെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ആ പവിഴമല്ലിയായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഞാൻ നല്ല ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എവിടെയോ പോകാൻ നിൽക്കുകയാണെന്ന് മനസ്സിലായി കാണും. ഞങ്ങൾ ആക്ച്വലി പോയത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവർ എറണാകുളത്ത് കാക്കനാടിലാണ് ഉള്ളത്. അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മാളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. സ്പെഷ്യൽ താങ്ക്സ് ഫോർ വെല്ലിച്ചൻ ആൻഡ് ടീനമ്മ. അവരാണ് എൻ്റെ പേരമ്മ, എൻ്റെ വല്ലിച്ചനുമാണ് എനിക്കിത് വാങ്ങിച്ചു തന്നത്. ക്യാപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ അവരെനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ തന്നെ വാങ്ങിക്കണം, പക്ഷെ അവർ പേ ചെയ്തുകൊണ്ട് അവരെനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ തന്നെ അത്രയും വലിയ ഗിഫ്റ്റാണ് തോന്നുന്നത്. ഇതെന്താണെന്നല്ലേ, ഇതൊരു ഡയമണ്ട് പെയിൻറ്റിംഗ് ആണ്. ഇത് നമുക്കിങ്ങനെ ചുമ്മാ ബോറടിക്കുമ്പോഴത്തേക്കും ചെയ്യാമെന്നാണ് ഇതൊരു പെട്ടെന്നൊരു ന്യൂ ആക്ടിവിറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ കുത്തിയിട്ട്, ഇത് ഗമ്മാണ്, അതിൻ്റെ അകത്ത് കുത്തിയിട്ട് ഇതിങ്ങനെ എടുക്കണം എന്നാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വെറുതെ എന്തിനാ ഡൗട്ടും വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിച്ച ഒരു പെയിൻറ്റിങ്. സെക്കൻഡ് ഐറ്റം ഇപ്പം സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ പ്രമാണിച്ച് ഇതേപോലത്തെ കുറേ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുറച്ച് നോയ്സ് ബാക്കി കേൾക്കുന്നുണ്ടായിരുന്നു, ഫാമിലിയാണ്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പൗച്ചാണ്. ഞാൻ ഫസ്റ്റ് ഫയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം TPD ഇതൊക്കെ വന്ന ഫയൽ. അപ്പം ഇത് നല്ല എനിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ. എനിക്കിത് ഇഷ്ടമായി. അപ്പം ഇതുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഗ്ലിറ്റർ പെന്നാണ്. ഇതിങ്ങനെ എഴുതുമ്പോൾ ഗ്ലിറ്റർ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ്. നമുക്ക് ഇതിങ്ങനെ നല്ല സ്മൂത്ത് ബ്രൈറ്റ് ഷൈൻ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുന്ന മാത്രമേ ഉള്ളൂ, കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വേറെ വീഡിയോ ഇടാം. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഇത് ആക്ച്വലി എനിക്ക് വാങ്ങിച്ചതല്ല, എൻ്റെ കസിൻ സിസ്റ്ററിന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയാം, ദക്ഷ എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഷമ്മി കേശവൻ സാർ എന്നും പറഞ്ഞിട്ട്. അത് ഞാൻ വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്യുക. 3ാമത്തെ യൂട്യൂബ് ചാനലാണ് അത്. കുറച്ചൊക്കെ 4ാമത്തെ യൂട്യൂബ് ചാനലാണ്. 3 പ്രാവശ്യം അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ഇത് അവൾക്കാണെങ്കിൽ നല്ല ഹെയർ ആണ്. എനിക്ക് ഹെയർ ഇത്രയുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് മുടി കെട്ടി വയ്ക്കാൻ ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഞാൻ കെട്ടി വയ്ക്കാറുണ്ട്. നേരത്തെ ഒന്നും ഞാൻ കെട്ടാറില്ലായിരുന്നു. ഇപ്പോൾ കുളിച്ചതുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതാ നല്ലൊരു ഹെയർ ക്ലിപ്പാണ്. അവൾക്കാണെങ്കിൽ നല്ല ഹെയർ ഉണ്ട്, അതുകൊണ്ട് നല്ലൊരു 3 ഹെയർ ക്ലിപ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ആ കട കണ്ടപ്പോൾ വിചാരിച്ചു, എൻ്റെ ഈശ്വര, ഇത്രയും വലിയ കട, നല്ല എമൗണ്ടാണ്. പക്ഷേ ഇത് ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഒന്ന് എന്താ പറയുകയെന്ന് അറിയത്തില്ല. എനിക്കത് കണ്ടപ്പോൾ എല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാം നോക്കി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ കണ്ടു. ഈ ഒരു പൗച്ചിന് നമുക്കൊരു 50 രൂപയൊക്കെ തോന്നും. ആക്ച്വലി ഇന്ന് 35 രൂപയുള്ളൂ. ഞാൻ ഇത്തിരി വില കൂട്ടി എടുത്തത് ഇത് മാത്രമല്ല. ഇന്ന് 140 രൂപയെന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ എടുത്തത് ഈ ഒരു ബുക്കാണ്. ഈ ഒരു പെൻ വെച്ചിട്ട് എഴുതാനായിട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്തത്. ഇതെനിക്ക് സ്റ്റിക്കേഴ്സ് ആണോ അല്ലല്ലോ, ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് കണ്ടോ, കളറായിട്ടുള്ള ബുക്കാണ് കണ്ടോ, ഇങ്ങനെ കളർ പേജസ് ഉള്ള ബുക്കാണ്. അതും ഞാൻ വാങ്ങിച്ചില്ല, എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ ഇതെനിക്ക് മിൽക്ക് ടീയുടെ ഇങ്ങനെ കുറേ ബബിൾ ടീ അതിൻ്റെയൊക്കെ സ്റ്റിക്കറാണ്. മിൽക്ക്, ഓറഞ്ച്, അതിൻ്റെയൊക്കെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ജേർണലിൻ്റെ വീഡിയോസൊക്കെ ഞാനിടാം കേട്ടോ. പിന്നെ അത് വാങ്ങിച്ചത് ഒരു ഇയറിങ്സ് ആണ്. ഇതിങ്ങനെ നമ്മുടെ ജാൻ, ഫെബ്, മാർച്ച് അങ്ങനെ നമ്മുടെ മന്ത് അനുസരിച്ച്, ബർത്ത്ഡേ മന്ത് അനുസരിച്ച് പോയതാണ് കേട്ടോ. ഇപ്പം അത് വിടും. സോറി ഗൈസ്, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല കുറേ കമ്മലുണ്ട്. ഞാൻ മാർച്ചാണ്. മാർച്ചിന് ഈ കമ്മലാണ് തോന്നുന്നു, ഈ പൂവിൻ്റെ. നിങ്ങൾ ഏതാ മന്തെന്ന് പറയുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഗിവ് അവേ ആയിട്ട് നോക്കാം. നിങ്ങളുടെ മന്ത് പറയുവാണെങ്കിൽ ഗിവ് അവേ ആയിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇത് വേറൊരു കമ്മലാണ്. അത് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി വരവ് ഇങ്ങനത്തെ സാധനം ഇടാൻ പറ്റുമോ എന്നറിയത്തില്ല, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഊരി, കാരണം എനിക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു സമ്മർ ആയല്ലോ, പക്ഷേ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കും മഴയൊക്കെ ആയി. ഒരു കൂളിംഗ് വൈപ്സാണ്. അലോവേര പ്ലസ് കുക്കുംബറിൻ്റെ ഒരു കൂളിംഗ് വൈപ്സ്. ഞാൻ അത്രയ്ക്കും അങ്ങനെ ബ്യൂട്ടിയിൽ അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല. എനിക്കിങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരുന്ന് അതൊക്കെ പീസായിട്ട് ചെയ്ത് അതൊക്കെ ഞാനിങ്ങനെ ഈ ബ്യൂട്ടി സ്കിൻ കെയർ അങ്ങനെയൊന്നും എനിക്കങ്ങനെ റൊട്ടീനായിട്ടൊന്നും ഇല്ല. ഹെയർ കെയർ ഒന്നുമില്ല. പിന്നെ ബോഡിക്ക് കുറച്ച് എക്സസൈസ്, യോഗ അതൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ടച്ച് ചെയ്യുന്നത് സ്ക്രീൻ ഇങ്ങനെ മ്യൂട്ടായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാമായിരിക്കും. പിന്നെ വാങ്ങിച്ചത് അതിൻ്റെ തന്നെ ഇതേപോലത്തെ സെറ്റ് പോലെ തന്നെ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നല്ല കുറേ ഇയറിങ്സ്, ഇതൊക്കെ എനിക്ക് ഇട്ട് മതിയാവുന്ന വരെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ട്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കോംബോ വാങ്ങിച്ചു. ഇങ്ങനെ ബാക്കിൽ ചെയ്താണായിട്ട് ഇത് വാങ്ങിച്ചു. ഇപ്പോൾ തീരെണ്ണം കൂടെ ഉള്ളൂ കേട്ടോ. ഇത് പേസ്റ്റൽ പെന്ന്. ഇതേപോലത്തെ കളർ തന്നെയായിരിക്കും നമുക്ക്, ഇതേപോലത്തെ കളർ തന്നെയായിരിക്കും നമുക്ക് എഴുതുമ്പോഴും. ഇപ്പോൾ ഇത് പർപ്പിളാണ്, പേസ്റ്റൽ പർപ്പിൾ. അപ്പം നമുക്ക് ആ കളർ തന്നെയായിരിക്കും വരുന്നതെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് 70 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാം എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പം സ്പെഷ്യൽ താങ്ക് യു ഫോർ പേരമ്മ ആൻഡ് വല്ലിച്ചൻ. ഓക്കെ, ഇത് അവരുടെ ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സ്പെഷ്യൽ താങ്ക് യു ഫോർ യു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഇടാം. പിന്നെ നിങ്ങളുടെ മന്ത് പറയുവാണെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ഇത് നമ്മൾ തരുന്നതായിരിക്കും ഗിവ് അവേ. ഓക്കെ, ആലപ്പുഴ ജില്ലയിൽ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഗിവ് അവേ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും.
എന്നിട്ട് നമുക്ക് ഏതൊക്കെയാണ് ഗിവ് അവേ കൊടുക്കുന്നത്, ആദ്യം ഗിവ് അവേ വേണോ വേണ്ടയോ എന്ന് ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് അതേപോലത്തെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അതെന്തായാലും അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക് യു ഫോർ വല്ലിച്ചൻ ആൻഡ് പേരമ്മ. അപ്പം എല്ലാവരും അപ്പം ഇത്രയൊക്കെയുള്ളൂ. ലവ് യു ആൻഡ് ബൈ. ഇനി അടുത്ത വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇനി ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. പക്ഷേ ഇതേപോലത്തെ കുറച്ചിങ്ങനെ നമുക്ക് മാളിപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ലെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ മാളിപ്പോൾ ഒന്നും ഇടാനായിട്ട് അങ്ങനെ ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്കെങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആൾക്കാരെല്ലാം തിരിച്ചു എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ ഇതൊക്കെ ഇത് കണ്ടോ, ഇങ്ങനെ മിസ്റ്റർ DIY ഇതൊക്കെ അവരുടെ ഓൺ പ്രൊഡക്ട്സാണ്. ഇപ്പം ഇത് ആലപ്പുഴ എറണാകുളത്താണുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ചെക്കൗട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അവളുടെ പണ്ടത്തെ ചാനലിൻ്റെ പേര് ദക്ഷാസ് ഹെവൻ എന്നും അതിൻ്റെ മുന്നത്തെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് ഓൾ അബൌട്ട് ദക്ഷ എന്നുമായിരുന്നു. അപ്പം ആ 2 ചാനൽ എന്തായാലും ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ 3-ാമോ 4-ാമത്തെ വട്ടമാണ്. അപ്പം ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഷമ്മി കേശവൻ നായർ. അപ്പം എല്ലാവരും മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പം അവൾ ഇപ്പം അടുത്ത് തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.